നമസ്കാരം. പുതിയ പോലീസ് മന്ത്രി ഒരുങ്ങി തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്. ലഹരിയുമായി ബന്ധപ്പെട്ട് അതിന്റെ വേരുകൾ തേടിയുള്ള അന്വേഷണം, ആ അന്വേഷണത്തിന് കൊടുത്തിരിക്കുന്ന പുതിയ പേര് തൂഫാൻ എന്നാണ്. സർവം തൂഫാനാക്കാൻ തന്നെയാണ് ചെന്നിത്തല തീരുമാനിച്ചിരിക്കുന്നത്. SP-മാർ മുതൽ മേലോട്ടുള്ള ഉന്നതരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ, പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ചെന്നിത്തല ഇന്ന് സംബന്ധിച്ചു. അദ്ദേഹം ആ മീറ്റിംഗിൽ സംബന്ധിച്ചതിന് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ഇത്തരത്തിലുള്ള ചില വിവരങ്ങൾ പങ്കുവച്ചത്. അതായത് പോലീസ് സ്റ്റേഷനിൽ കയറി ചെല്ലുന്ന ആളുകളോട്, ഇനി പോലീസ് സ്റ്റേഷനിലുള്ള ആളുകൾ കയറി ചെല്ലുന്ന ആളുകളോട് ഗുഡ് മോർണിംഗ് പറയും. അതുപോലെ തന്നെ ഇവിടെ പോലീസിൽ അടിമുടി ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ ചെന്നിത്തല തീരുമാനിച്ചിരിക്കുന്നു. നിലവിൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ ചുമതല CI-മാർക്കാണ്, CI റാങ്കുള്ള ഉദ്യോഗസ്ഥന്മാർക്കാണ്. എന്തായാലും അത് എടുത്തു മാറ്റി SI-മാരെ തന്നെ SHO-മാരാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചു. അതിനുവേണ്ടി, അത് പരിശോധിക്കുന്നതിന് വേണ്ടി ഒരു 5 അംഗ കമ്മിറ്റിയെ നിയോഗിച്ചു എന്ന കാര്യവും അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് പങ്കുവച്ചു. മറ്റു പ്രധാനപ്പെട്ട ചില നീക്കങ്ങൾ കൂടെ ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതിലൊന്ന്, KK രമ ചെന്നിത്തലയെ സമീപിച്ചു, ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തി, അതിന്റെ ഭാഗമായി ചില തീരുമാനങ്ങൾ എടുത്തു എന്നുള്ളതാണ്. TP ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട് അതിലെ ഗൂഢാലോചന അന്വേഷിക്കണം എന്നുള്ളതാണ് രമയുടെ ആവശ്യം. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അതിന്റെ അന്വേഷണം ഒക്കെ മരവിച്ചു. കൃത്യമായി ഗൂഢാലോചന നടത്തിയ ആളുകളിലേക്ക് അന്വേഷണം എത്തിയില്ല, അവരെ പ്രതികളാക്കിയില്ല എന്നുള്ളതാണ് രമയുടെ പരാതി. എന്തായാലും അക്കാര്യം പരിഗണിക്കും എന്ന് ചെന്നിത്തല അറിയിച്ചു എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത്, കോഴിക്കോട് നിന്നുള്ള മുസ്ലിം ലീഗിന്റെ MLA പാറക്കൽ അബ്ദുള്ളയുടെ പരാതിയിൽ ഇവിടെ കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം നടത്താൻ, അതിന്റെ ഗൂഢാലോചന എവിടെ നിന്നുണ്ടായി എന്നുള്ളതിനെ കുറിച്ച് ഒരു അന്വേഷണം നടത്താൻ പാറക്കൽ അബ്ദുള്ള ചെന്നിത്തലക്ക് അത്തരം ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കത്ത് കൊടുത്തു. ഈ കത്തിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചു എന്ന ഒരു കാര്യം കൂടെ ഇവിടെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും നേരത്തെ ഇവിടെ മുഖ്യമന്ത്രിയുടെ പരാമർശം അനുസരിച്ച് പറയുകയാണെങ്കിൽ, രക്ഷാപ്രവർത്തനം നടത്തിയ പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി AP ഷൗക്കത്ത് അലി, TP ചന്ദ്രശേഖരൻ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹത്തെ തന്നെ ആ ചുമതല ഏൽപ്പിച്ചു എന്നൊരു വിവരം വലിയ കയ്യടിയോടുകൂടിയാണ് ഇവിടെ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ആ ഒരു തീരുമാനത്തെ സ്വാഗതം ചെയ്തത്. സമാനമായിട്ടുള്ള ചില നീക്കങ്ങളാണ് ഇപ്പോൾ ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കാഫിർ സ്ക്രീൻഷോട്ട് ഇവിടെ വലിയ വിവാദമായിട്ടുള്ള, വലിയ ചർച്ചയായിട്ടുള്ള ഒരു വിഷയമാണ്. ആരാണ് അതിന് പുറകിൽ പ്രവർത്തിച്ചത്, ആരുടെ ബുദ്ധിയാണ് എന്നതിനെ കുറിച്ച് ഇപ്പോഴും വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. തീർച്ചയായും അത് പുറത്തു വരേണ്ടതുണ്ട്. അതുപോലെ തന്നെ TP കേസുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അക്കാര്യവും പുറത്തു വരേണ്ടതുണ്ട്. അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് SI-മാരെ ചുമതല ഏൽപ്പിക്കണം എന്നുള്ള ഒരു ആവശ്യം, അത് കാര്യമായ രീതിയിൽ തന്നെ ഉയർന്നു വന്നിരുന്നതാണ്. അങ്ങനെ ജനങ്ങൾ ആവശ്യപ്പെട്ട, ജനങ്ങൾ ആഗ്രഹിച്ച ചില മാറ്റങ്ങൾ പോലീസിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കം, അതുമായി ബന്ധപ്പെട്ട ഒരു മീറ്റിംഗിൽ സംബന്ധിച്ച് ഇന്ന് ചെന്നിത്തല മാധ്യമങ്ങളെ കണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ ലഹരിയുമായി ബന്ധപ്പെട്ട് ഈ സമീപ സമയങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇവിടെ എതിർത്തിരുന്ന, വളരെ വെറുപ്പോടുകൂടി നോക്കിക്കണ്ടിരുന്ന ഈ ലഹരി ഉപയോഗം, അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കുട്ടികളൊക്കെ ലഹരിക്ക് അടിമപ്പെടുന്ന ഒരു സാഹചര്യം, ഇത് വലിയൊരു പരാതിയായി നിലനിന്നിരുന്നു. പലർക്കും ഇവിടെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പുറത്തു വരാൻ ബുദ്ധിമുട്ടുള്ള ചില ആളുകളുണ്ട്. അതായത് സ്വന്തം മക്കൾ ലഹരിക്ക് പുറകെ പോകുന്നു. അത്തരത്തിലുള്ള ഏത് വിധേനയും ഇത്തരത്തിലുള്ള ഈ ലഹരി മാഫിയക്ക് ഒരു തടയിടണം എന്നുള്ള ഒരു ആവശ്യം പലരുടെ ഭാഗത്തു നിന്നും അവർ ഉയർത്തുന്നു. മാത്രമല്ല, അതിന്റെയൊക്കെ ഭവിഷ്യത്തുകൾ അനുഭവിക്കുന്ന ചില ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. എന്തായാലും ഇവിടെ ലഹരിയുടെ വേരുകൾ തേടി, ആ വേരുകൾ തന്നെ പിഴുതെടുത്ത് നശിപ്പിക്കുന്നതിന് വേണ്ടി തൂഫാൻ എന്ന് പറയുന്ന ഒരു പദ്ധതിക്ക് കൂടെ ചെന്നിത്തല ഇന്ന് ആ ഒരു പദ്ധതി കൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും സർവം തൂഫാനാക്കാൻ തന്നെയാണ് ചെന്നിത്തലയുടെ തീരുമാനം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.